ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ കലാജീവിതത്തെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയേ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ കൂടെ കലാപരമായിട്ടൊക്കെ എൻ്റെ കൂടെയൊക്കെ ഉണ്ടാകാൻ സഹകരിച്ചിട്ടുള്ളവരും ഒക്കെ അല്ലാത്തവരും ഒക്കെ എന്നോട് പറഞ്ഞു, ഒരു വീഡിയോ അത് ചെയ്തുകൂടെ, ഡാൻസിനെ കുറിച്ചും കഥകളിയെക്കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാനിങ്ങനെ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമെന്നുള്ള അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കത്ര ഓർത്തില്ല ഞാൻ. ഇപ്പം ഈ അടുത്ത സമയത്ത് എൻ്റെ ഗുരുനാഥൻ ശ്രീ എണ്ണക്കാട് നാരായണൻകുട്ടി, അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റി. അപ്പം അങ്ങനെ പോയിട്ടൊക്കെ വന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കലയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും സാറ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അതിനെക്കുറിച്ച് എന്നാൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. പിന്നെ എൻ്റെ ആൽബമാണിത്. ആൽബമൊക്കെ ഒത്തിരി പോയി, കുറേ വർഷമൊക്കെ ആയില്ലേ. പക്ഷേ ഇത് എൻ്റെ എൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ അല്ലാതെയൊക്കെ അങ്ങ് പോയി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹരിയേട്ടനാണ് ഇതെല്ലാം ഒരു ആൽബത്തിലൊക്കെ ആക്കി റെഡിയാക്കിയൊക്കെ തന്നത്. അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് ഇപ്പോഴും ഇത്രയും ഇരിക്കുന്നു. പക്ഷേ ഈ ഇളകിപ്പോവുക ചെയ്ത് ഇനി ഇതൊന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് എവിടെയെങ്കിലും കൊടുത്താൽ ശരിയാക്കി കിട്ടുമായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഓരോ പാർട്ടായിട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ടോ. പക്ഷെ ഫോട്ടോസിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഓരോ പാർട്ടായിട്ടൊക്കെ ഇങ്ങനെ ഇളകിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു കുഞ്ഞിലേ മുതലേ ഡാൻസിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നേ. പഠിപ്പിച്ചിട്ടുമൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ കളിക്കും, തന്നെത്താനെ കളിക്കുകയും പിന്നെ സാരി ഉടുത്തുകൊണ്ടും ഒക്കെ വളരെ കുഞ്ഞിലേ തന്നെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ ഡാൻസിനോടുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ കണ്ടിട്ട് അച്ഛന് കലയോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധത്തിന് പഠിപ്പിച്ചു തുടങ്ങിയതാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് തിരുവല്ലയിലുള്ളൊരു ദേവയാനി ടീച്ചറിനെ കൊണ്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അന്ന് പിന്നെ വീട്ടിലൊക്കെ വീട്ടിൽ വന്ന് ഒരുക്കി എടുക്കുന്ന ഫോട്ടോസായത് വേണ്ട. അന്ന് പപ്പ ഗൾഫിലായിരുന്നു. അപ്പം പപ്പ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എടുത്ത ഫോട്ടോസായത് കണ്ട. വീട്ടിൽ വന്ന് ടീച്ചർ ഒരുക്കിയിട്ട് കുറേ പോസുകൾ ഇങ്ങനെ അന്ന് അത് ആ ഫോട്ടോസാണ് ഇതെല്ലാം. കണ്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ടോ? കണ്ടോ, ഈ ഫോട്ടോസൊക്കെ വളരെ കുഞ്ഞായിട്ടിരുന്നപ്പം ഇതൊക്കെ വന്നു. ഇത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റിയൊക്കെ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഇതാദ്യമായിട്ട് ഞാൻ ഭരതനാട്യം സ്റ്റേജിൽ പെർഫോം ചെയ്തതാണ്. അന്ന് ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോയ്ക്കൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അനങ്ങാതെ നിൽക്കത്തില്ലേ. അപ്പോൾ സ്റ്റേജിലോട്ട് കയറിയപ്പം എന്നോട് ആരും പറഞ്ഞു തന്നില്ല, ഫോട്ടോഗ്രാഫറോ വല്ലതും വന്നു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കരുത്, കളിച്ചോണം, അവരെടുത്തോളൂ എന്നതൊക്കെ എന്നോട് പറഞ്ഞു തന്നില്ല. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സൊക്കെ നേരെ ഇട്ട് അങ്ങനെ ഒരൊറ്റ സ്റ്റഡി ആയിട്ടിരുന്ന് ഇപ്പം നിന്നു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് സെക്കൻഡാണ് കിട്ടിയത്. ശരിക്കും അന്നൊക്കെ അവർ പറയുമായിരുന്നു, കളിച്ച് അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ കിട്ടിയേനെ എന്നൊക്കെ. കാരണം ഞാൻ വളരെ സ്മാർട്ടായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ കളിച്ച ഇതാണ് ആദ്യമായിട്ട്. ഇതൊക്കെ വീട്ടിൽ വെച്ചുള്ളതാണ്. എന്നിട്ട് ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതൊക്കെ വീട്ടിൽ വെച്ച് പിന്നെ ഒരുങ്ങിയെടുത്താണ്. ഇതാണ് സ്റ്റേജിൽ ആദ്യമായിട്ട് കളിച്ചത്. ഇതാണ് സ്റ്റേജിൽ ആദ്യമായിട്ട് കളിച്ച ഫോട്ടോസാണ് ഇതൊക്കെ. ഭരതനാട്യത്തിൻ്റെ ഫോട്ടോസാണ്. ഇതാണ് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് എന്നെ നാരായണൻകുട്ടി സാറിൻ്റെ ഒരു ശിഷ്യ രാജാമണി ചേച്ചിയാണ് എന്നെ കുറച്ചാൾ പഠിപ്പിച്ചു. പിന്നെ എന്നെ സാറ് ഏറ്റെടുത്തു. ഇത് ഞാൻ ആദ്യമായിട്ട് കളിച്ച ഫോക്ക് ഡാൻസാണ്. സ്റ്റേജിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്.
അന്ന് ഞാൻ 5-ലോ അങ്ങനെ കണ്ട 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ ആയില്യം കാവിലെ പെണ്ണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോക്ക് ഡാൻസാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ച് ഫസ്റ്റ് കിട്ടിയത്. കണ്ട ഇതൊക്കെ പിന്നെ ഞാനിങ്ങനെ മാന്നാർ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അങ്ങനെ ചെങ്ങന്നൂരേക്ക് പോയി. ചെങ്ങന്നൂർ എന്നെ ഡാൻസിനും ഒക്കെ അവർ വളരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ബർക്കമൻസ്, അതുപോലെ അമ്മാൾ ടീച്ചർ, അവരെല്ലാവരും ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ കലാതിലകം സബ് ജില്ല റവന്യൂ ജില്ല വിഭാഗത്തിൽ 3 വർഷം അടുപ്പിച്ച് കലാതിലകം കിട്ടി. 3 വർഷം അടുപ്പിച്ച് കലാതിലകം എനിക്ക് സബ് ജില്ല റവന്യൂ ജില്ലയിൽ കിട്ടി. സ്റ്റേറ്റിൽ ഞാൻ പോയെങ്കിലും ആദ്യത്തെ തവണ കഥകളി കളിക്കാനായിട്ട് ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ കഥകളി ആദ്യമായിട്ട് തുടങ്ങുന്നത്. കലാമണ്ഡലം ശ്രീകൃഷ്ണപ്രസാദ് സാറിൻ്റെ കീഴിലാണ് ഞാൻ അഭ്യസിക്കാൻ തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു കഥകളി കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റേറ്റിൽ കഥകളി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ വരെ കഥകളിക്ക് പോകാൻ സാധിച്ചു. ദുര്യോധനവധം കൃഷ്ണനാണ് ആദ്യം ചെയ്തത്. പിന്നെ ഡാൻസ് കുച്ചിപ്പുടിയും ഒക്കെ മോഹിനിയാട്ടമൊക്കെ പോയിരുന്നു. അങ്ങനെ പിന്നെ കഥകളിയിലാണ് കൂടുതലും എനിക്ക് പ്രൈസ് കിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കഥകളിക്കായിരുന്നു. അങ്ങനെ ഓരോ വർഷവും 8, 9, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റിൽ പോയി. അങ്ങനെ അന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടിയ പ്രൈസാണ്. ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. നങ്ങേലിയുടെ പൂതപ്പാട്ട്, നമ്മൾ ഒരു മകനെ രാക്ഷസൻ തട്ടിക്കൊണ്ടു പോകുന്നതും ഭൂതം തട്ടിക്കൊണ്ടു പോകുന്നതും അമ്മ രക്ഷപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായിരുന്നു നങ്ങേലിയുടെ പൂതപ്പാട്ട്. ഇതിനാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. എന്നാൽ ഇപ്പോഴും ഞാൻ സാറിനെ കാണാൻ ചെന്നപ്പോൾ സാറിനോട് ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോടി ഉടുക്ക് കൂട്ടിക്കൊണ്ട് നടന്നതെന്നൊക്കെ ചോദിച്ചു. സത്യം, അതൊക്കെ ഭയങ്കര ഒരു നല്ല ഇതായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ആ ഫോട്ടോ, നങ്ങേലിയുടെ പൂതപ്പാട്ട്. ഇതൊക്കെ എനിക്ക് പത്രത്തിൽ ആ സമയത്ത് വന്നതാണ്. നങ്ങേലിയുടെ പൂതപ്പാട്ട് കളിച്ച് ഫസ്റ്റ് കിട്ടിയേ. ഇത് കണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് പിന്നെ അന്ന് പേപ്പർ കട്ടിങ് വന്നതാണ്. ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, എനിക്ക് അന്ന് പിന്നെ ഡാൻസും കഥകളിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് കലാതിലകത്തിന് 1 പോയിൻറ്റിൻ്റെ കുറവിനാണ് എനിക്ക് കലാതിലകം നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, അന്ന് എനിക്ക് കിട്ടിയത് 18 പോയിൻറ്റ്, 19 പോയിൻ്റായിരുന്നു അന്ന്. പിന്നെ ജൂലിൻ ജോസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കായിരുന്നു അതിന് ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ്. ലാസ്റ്റ് മൊമെൻ്റ് വരെയും എനിക്ക് കലാതിലകം എന്നുള്ള ഇത് വന്നതാണ്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് പോയി, 1 പോയിൻറ്റിന് പോയി. അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു, അത്രയ്ക്ക് പറഞ്ഞിട്ടുള്ളായിരിക്കും, കുഴപ്പമൊന്നുമില്ല. സ്റ്റേറ്റിൽ ഒരെണ്ണത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയില്ലേ, അന്നത്തെ കാലത്തൊക്കെ അത് വലിയ കാര്യങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ കിട്ടിയ ട്രോഫിയാണിത്. കണ്ടോ, ഇതൊക്കെ കൊച്ചിലെ മോഹിനിയാട്ടം കളിച്ചിട്ടുള്ള എൻ്റെ കോലം കണ്ടോ, മേലിഞ്ഞ് ഉണങ്ങി ഒരു പരുവമായിരുന്നു. കണ്ടോ, ഇതൊക്കെ കണ്ടോ, എൻ്റെ കൊച്ചിലത് 7-ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുമ്പോൾ ഉള്ളതാണ്. അത് തന്നെയാണ് ഇത്. പിന്നെ അത് നങ്ങേലിയുടെ പൂതപ്പാട്ടാണ് കളിച്ചത്. പിന്നെ ഞാൻ പേപ്പർ കട്ടിങ്ങൊക്കെ ഇങ്ങനെ പ്രൈസൊക്കെ വാങ്ങിക്കുന്ന ഇതൊക്കെ ഉണ്ട്. കണ്ടോ, മോഹിനിയാട്ടത്തിന് ഇതൊക്കെ കഥകളിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് പത്രത്തിൽ വന്നതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു ഞാൻ. കോളേജ് കാലഘട്ടമൊക്കെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഇതെനിക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് കിട്ടിയ പ്രൈസാണ്. ഇത് പിന്നെ കൂടുതൽ ഐറ്റംസ് ഞാനാണ് ഇറങ്ങിയത്. സ്കൂളിൽ നിന്ന് വേറെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഞാനാണ്. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഇത്. എൻ്റെ കോലമൊക്കെ കണ്ടോ.
മേലിഞ്ഞ് ഉണങ്ങി. ഇത് പിന്നെ ഞാനൊരു ഫാൻസി ഡ്രസ്സ് ഐറ്റംസ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഫാൻസി ഡ്രസ്സ് ഒരു ശവപ്പറമ്പിൽ കാവലിരിക്കുന്ന പോലീസുകാരൻ, അന്നതിന് സെക്കൻഡ് കിട്ടി. സ്റ്റേറ്റിലൊന്നും പോയില്ല. ഇതെൻ്റെ കുച്ചിപ്പുടി. പിന്നെ കുറേ ഫോട്ടോസൊക്കെ പോയി. ഇതൊക്കെ ഇതൊക്കെ കണ്ടോ, ട്രോഫികളെല്ലാം കൂടി ഇരിക്കുന്നതുണ്ട്. ഇതൊക്കെ ഫോട്ടോസൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഇത് പത്രത്തിൽ വന്നതാണ്. പൂതപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ പത്രത്തിൽ വന്നതാണ്. ഇതാണ് എൻ്റെ കഥകളി ലോകം. കണ്ട, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റത്തില്ല. നവാനുഭൂതിയുടെ മാസ്മര പിഞ്ചികയുമായി കഥകളി. ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇറങ്ങിയ കല്യാണ സൗന്ദര്യം ഭീമനാണ്. ഇതിനാണ് ദുര്യോധനോദം കൃഷ്ണനാണ് ആദ്യം ഇറങ്ങിയത്. അതിൽ എനിക്ക് സ്റ്റേറ്റിൽ 3 തവണയും പ്രൈസ് ഉണ്ടായിരുന്നു. ഫസ്റ്റില്ല, സെക്കൻഡ്, തേർഡും ഒക്കെ ആയിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതാണ് ഭീമൻ വേഷം. അത് പഠിച്ച് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ഞാൻ ഇറങ്ങി. എനിക്ക് ഫസ്റ്റ് കിട്ടി യൂണിവേഴ്സിറ്റിയിൽ. ആ പടമാണിത്, കല്യാണ സൗന്ദര്യം ഭീമൻ. ഇത് കളിച്ച് ഭയങ്കര പത്രത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ കുഴഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ്. ശരിയാണ്, സത്യമാണ്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് കളിച്ചു. പക്ഷെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്ഷീണമായിപ്പോയി. ഞാൻ ഉണ്ട്, ഇതൊക്കെയുണ്ട്. അന്നത്തെ കാലത്തൊക്കെ എഴുതി വന്നിരുന്നതാണ്. വേണ്ട, രാജകലയിൽ സീമറാണി. അന്ന് രാജകലയല്ലേ നമ്മുടെ കഥകളി എന്ന് പറയുന്നത്. അന്ന് ഫസ്റ്റ് കിട്ടിയപ്പോൾ പേപ്പർ കട്ടിങ്ങിൽ വന്നതാണ്. അതൊക്കെ എന്ത് സന്തോഷമുള്ള അനുഭവങ്ങളായിരുന്നു. വേണ്ട, ഇത് കൃഷ്ണൻ ഇറങ്ങിയതാണ്. അന്ന് എനിക്ക് തേർഡ് പ്രൈസ് ആയിരുന്നു സ്റ്റേറ്റിൽ. അതിൻ്റെ ഫോട്ടോ ആണ്. ഇത് കല്യാണ സൗന്ദര്യം ഭീമൻ. പിന്നെ എനിക്ക് ഒരെണ്ണം ഉള്ളതിൻ്റെ ഫോട്ടോ എനിക്കില്ല. കാലകൈവധം അർജുനന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു PGക്ക് പഠിക്കുമ്പോൾ. അതാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. കുറേ ഫോട്ടോസൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഹരിയേട്ടനാണ് ഇതെല്ലാം റെഡിയാക്കി തന്നത്. ഭീമൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേഷമാണ്. കാരണം എനിക്ക് ഒരുപാട് പ്രശസ്തി നേടിത്തന്ന ഒരു വേഷമാണ് കല്യാണ സൗന്ദര്യം ഭീമൻ എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര എന്താ പറയുക, സ്റ്റേജിലൊക്കെ ഇളക്കി മറിക്കാൻ പറ്റുന്ന ഒരു വേഷമാണ്. അതെനിക്ക് അങ്ങനെ സാധിച്ചു. ആദ്യമായിട്ടതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഇന്നും ആ വേഷം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നമ്മളെ കിരീടവും ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര വെയിറ്റും. അന്നൊക്കെ ഞാൻ വേറെ സ്കെൽറ്റോ അത് ഭയങ്കര ഒന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇത് വേഷം ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ച് സ്റ്റാമിന വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഏത്തപ്പഴവും പാലും ഒക്കെ അമ്മ തരുമായിരുന്നു. മുട്ടയും ഒക്കെ തന്ന് സ്റ്റാമിന കൂട്ടുമായിരുന്നു. അങ്ങനെ കണ്ടോ ആ വേഷം. പക്ഷേ അത് വളരെയധികം ഇതെല്ലാം ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തതിൻ്റെ എല്ലാ പ്രയോജനവും കിട്ടി. സ്റ്റേറ്റിൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അതിന് പ്രൈസ് കിട്ടി. അങ്ങനെ അത് പത്രത്തിലൊക്കെ കുറേയൊക്കെ പേപ്പർ കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. കഥകളിയിൽ പ്രൈസ് കിട്ടിയതിൻ്റെയൊക്കെ. അന്നത്തെ രൂപവും ഇന്നത്തെ രൂപവും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം എന്നെ കണ്ടിട്ടൊന്നും ആരും അറിയുന്നില്ല പഴയ ആളാണെന്ന് പറയും. അങ്ങനെ കുറേ കലാപരമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതൊക്കെ കൊച്ചിലേ കളിച്ചിട്ടുള്ള കണ്ട, സ്റ്റേജിൽ കുഞ്ഞിലേ കളിച്ചിട്ടുള്ളത് 2ാം ക്ലാസ്സിലാണോ അങ്ങനെ കണ്ടാണ്. ഇത് പിന്നെ നമ്മുടെ നങ്ങേലിയുടെ പൂതപ്പാട്ടാണ്. ഇതൊക്കെ ഇതൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളിച്ച ഫോക്ക് ഡാൻസാണ്. ഇതൊക്കെ 2ാം ക്ലാസ്സിലാണ്. ഇതൊക്കെ 2ാം ക്ലാസ്സിലാണ്. ഇത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ നിന്ന് കൊടുത്തത്. അങ്ങനെയാണ് എൻ്റെ കലാപരമായ ജീവിതം. വളരെ സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കലാകാരിയായിട്ടിരിക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് എൻ്റെ പേപ്പർ കട്ടിങ് നങ്ങേലിയുടെ പൂതപ്പാട്ട് സ്റ്റേറ്റിൽ കിട്ടിയതാണ്. നമ്മൾ എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും
എൻ്റെ ഒരു ഈ നിമിഷം വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ മോൾക്ക് ഇങ്ങനൊരു വലിയ ഒരു ദുഃഖം ഉണ്ടായി. അവളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടിയാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുകയും ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ വീട്ടിൽ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും അത് പിന്നെ താങ്ങാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ നമുക്ക് ഈ സന്തോഷമായിട്ടിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കും. ആ ശ്രമം മൊത്തം അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് എൻ്റെ കലയ്ക്കാണ്. എൻ്റെ കലയോടുള്ള എൻ്റെ സ്നേഹമാണ്. എനിക്കതുപോലെ ഇഷ്ടമാണ്. കലാപരമായ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യമൊക്കെ ഒന്ന് നന്നായിട്ട് പാടും. ഞാനതൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. ഇന്ന് കേക്ക് എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ഇപ്പം പിന്നെ ഞാൻ കോട്ടയത്ത് മോളുടെ ഓരോ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഞാൻ തിരക്കായിരിക്കും. തെറാപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ എനിക്കിതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലേ. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നെ അമ്മയും ഹസ്ബൻഡും കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് എന്നെ അവിടെ ഒരു ഡാൻസ് സ്കൂളിൽ ചേർത്തു. പിന്നെ അവിടെ ചെന്നു കുറച്ചൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ അമ്പലപ്പുഴയ്ക്ക് വന്നു. അമ്പലപ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞപ്പം ആണ് എനിക്ക് കഥകളി പഠിക്കാനുള്ള സാഹചര്യം. എനിക്ക് വീണ്ടും കൃഷ്ണപ്രസാദ് സാറിൻ്റെ കീഴിൽ തന്നെ, ഇവിടുന്ന് ഏവൂരാണ്, ഇവിടുന്ന് 3/4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. ഞാൻ വണ്ടിയിലങ്ങ് പോകും. തിരിച്ച് ഹരിയേട്ടനുള്ളപ്പോൾ ഹരിയേട്ടൻ കൊണ്ടുവിടും. പഠിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പുള്ളിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഹരിയേട്ടൻ തന്നെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും സാറിനൊക്കെ പോയി. എൻ്റെ കുഞ്ഞിലേ മുതലുള്ള കഥകളി പഠിച്ച കാലം മുതലുള്ള ആഗ്രഹമാണ് പിന്നെ പൂതനാമോക്ഷം കളിക്കുക എന്നുള്ളത്. പൂതനാമോക്ഷവും ഞാൻ കളിച്ചു. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട രുക്മിണിയായിട്ട് വേഷം കെട്ടാൻ കുറേ സ്റ്റേജുകൾ ചെയ്തു. പൂതനാമോക്ഷവും കുറേ സ്റ്റേജുകൾ ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നമുക്ക് ഇത്രയൊക്കെ വലിയൊരു ദുഃഖമുണ്ട്, നമ്മൾ അങ്ങ് ഒതുങ്ങിക്കൂടി അങ്ങനെ പോകാൻ നമുക്ക് എത്ര ശ്രമിച്ചാലും ഈ നിമിഷം വരെ, നമുക്ക് നാളെ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല, ഈ നിമിഷം വരെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അത് കളിക്കണം, അപ്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കലയോടുള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വലിയ ദുഃഖത്തിൽ അങ്ങനെ ആഴ്ന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് പ്രതീക്ഷകൾ കളിക്കാം. അത് കളിക്കണം, ഇത് കളിക്കണം, അടുത്തൊരു വേഷം ഇന്നത് കളിക്കണം. അത് എന്ത് വേഷം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ഭയങ്കര സന്തോഷമാണ്. നമ്മളങ്ങനെ ആവശ്യപ്പെടുന്ന ആ വേഷം സാറ് പഠിപ്പിക്കും. അത് സാർ ഇപ്പോഴും പറയും, പഴയ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ആത്മാർത്ഥമായിട്ടിരിക്കും എന്ന് പറയും. അപ്പോൾ അത് നമുക്കിപ്പോഴും ആ വേഷം, അപ്പോൾ ഒരു പൂതനാമോക്ഷം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാഹചര്യം വന്ന ഉടനെ സാറിൻ്റെ അടുക്ക പോയി പിന്നെ പൂതനാമോക്ഷം പഠിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സ്റ്റേജുകളിൽ കയറുക, അത് എത്രയും പെട്ടെന്ന് അങ്ങനെ നമുക്കിപ്പോഴും അങ്ങ് ഇതാണ്. പിന്നെ ആദ്യമായിട്ട് ഇവിടെ അമ്പലത്തിൽ വന്നപ്പം എനിക്ക് കഥകളി കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന എല്ലാം കരുണാകര കുറുപ്പാശാനാണ് എനിക്ക് എന്നോട് സാഹചര്യം എല്ലാം ഉണ്ടാക്കി തന്നത്. പെട്ടെന്ന് തന്നെ എനിക്കൊരു വേഷം അവിടെ തന്ന രുക്മിണി ആശാൻ്റെ ഇതുകൊണ്ടാണ് എനിക്കവിടെ കളിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് കഥകളി രംഗത്തോട്ട് എനിക്ക് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ അതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത് എണക്കേട് നാരായണൻകുട്ടി സാറാണ്. കഥകളി നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പം സാറിനെ കാണാൻ ചെന്നപ്പോൾ സാർ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന കഥകളി എന്നെ കളിച്ച് കാണിക്കണം, പൂതനാമോക്ഷം കളിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം ഒന്ന് കളിച്ച് കാണിച്ചു. സാറൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ഒരു കാരണവശാലും അവളുടെ കഥകളി നിർത്തരുതേ എന്ന് ഹരിയേട്ടനോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഹരിയേട്ടനാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ കല ഇങ്ങനെ ഞാൻ തുറന്നുകൊണ്ട് പോകുന്നു. കഥകളിയിലൂടെ ഡാൻസ് എനിക്ക് പതുക്കെ കുറച്ചെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണ്ടേ. അപ്പം അതുകൊണ്ട് അത് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, അത്രയേ ഉള്ളൂ. കഥകളിയും ഈ പറഞ്ഞ പോലെ പറ്റുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കലാജീവിതം. ഇത്രയും വർഷമായിട്ടും ഒരു കലാകാരിയായിട്ട് തന്നെ ജീവിക്കാൻ സാധിച്ചു. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. ഞാൻ ദുഃഖത്തിലും ഒരുപാട് അങ്ങ് തകർന്നു പോകാതെ എന്നെ പിടിച്ചു നിർത്താൻ എൻ്റെ കലയ്ക്ക് ഒരുപാട്
സ്ഥാനമുണ്ടതിന്. അതായത് കലാപരമായിട്ട് കലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരും ഓരോരുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറക്കുന്നത് നമ്മളൊന്ന് സ്റ്റേജിൽ കളിക്കുമ്പോഴോ ഒക്കെ അത്രയും സമയം നമ്മൾ വേറൊന്നും ആലോചിക്കുന്നില്ല. അത് പഠിച്ചെടുക്കുന്ന സമയം നമ്മൾ വേറൊന്നും ആലോചിക്കുന്നില്ല. അത് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നെ ഒരു കലാകാരിയായിട്ട് ജനിപ്പിച്ചതും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം ഇനി മുന്നോട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ നിമിഷം വരെയുള്ള കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ കലാജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവത്തിന് നന്ദി, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണണേ. ഇച്ചിരി വലിച്ചു നീട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാലും കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക്